ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇന്ത്യയുടെ അണ്ടർ-19 കിരീട നേട്ടമാണ് നമ്മൾ ഇന്ന് അടിച്ച് പൊളിച്ച് സെറ്റാക്കി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന്റെ നോട്ട്സ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ നോട്ട്സ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ പേരും ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളെ കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ദ അണ്ടർ-19 വേൾഡ് കപ്പ് ക്രിക്കറ്റ് 2026 അണ്ടർ-19 വേൾഡ് കപ്പ് ക്രിക്കറ്റിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് വേൾഡ് കപ്പിന്റെ ചരിത്രം നമുക്ക് പഠിക്കണം. അണ്ടർ-19 വേൾഡ് കപ്പിന്റെ ചരിത്രം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അത് 1988 1988 ഈ പറയുന്ന അണ്ടർ-19 വേൾഡ് കപ്പ് ആദ്യമായിട്ട് നടക്കുന്നത്. അത് ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടന്നത്. പ്രഥമ ചാമ്പ്യന്മാരായി മാറിയതും ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. എന്നാൽ അതിനുശേഷം ഒരു 10 വർഷത്തേക്ക് അതിനൊരു തുടർച്ച ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് 1998 വീണ്ടും അവൻ എന്ത് ചെയ്യുന്നത്, റീസ്റ്റാർട്ട് ചെയ്യുന്നത്. 1998 ശേഷം ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ പറയപ്പെടുന്ന അണ്ടർ-19 വേൾഡ് കപ്പ് നടക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2026 അരങ്ങേറിയത് അണ്ടർ-19 വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷൻ ആണ്, എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആൻസർ ചെയ്യണം. 16ാമത്തെ എഡിഷൻ ആണ്. ഇത്തവണത്തെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംബാബ്വേയിലും അതുപോലെ തന്നെ നമീബിയുമാണ്. ഇത്തവണത്തെ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് സിംബാബ്വേയിലും അതുപോലെ തന്നെ നമീബിയയിലും വെച്ചിട്ടാണ് നടക്കുന്നത്. നോക്കണേ, ദ ടോട്ടൽ ടീം പാർട്ടിസിപ്പേറ്റഡ്. ഇത്തവണ ആകെ എത്ര ടീമുകളാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം 16 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ 16 ടീമുകളും കൂടെ ചേർന്ന് ഫൈനൽ ഉൾപ്പെടെ എത്ര മത്സരങ്ങൾ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 41 മത്സരം നടക്കുന്നുണ്ട്. ഇനി എന്ന് മുതൽ എന്ന് വരെ ഒരിക്കലും ചോദിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. 2026 ജനുവരി മാസം 15 മുതൽ 2026 ഫെബ്രുവരി മാസം 6 വരെയാണ് ഈ പറയുന്ന അണ്ടർ-19 വേൾഡ് കപ്പ് അരങ്ങേറുന്നത്. ഇത്തവണ ഈ പറയുന്ന അണ്ടർ-19 വേൾഡ് കപ്പിന്റെ ഫൈനൽ എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംബാബ്വേയിലാണ്. സിംബാബ്വേയിലെ ഹരാരെ സ്പോർട്സ് ക്ലബ്ബ് ഹരാരെ. അപ്പൊ ഹരാരയിലെ ഹരേര സ്പോർട്സ് ക്ലബ്ബ് വിച്ച് ഈസ് ഇൻ സിംബാബ്വേ. അപ്പൊ സിംബാബ്വേയിലെ സ്റ്റേഡിയമാണ് ഫൈനലിന്റെ വേദി എന്നറിയപ്പെടുന്നത്. ഫൈനലിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ്? ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ഇന്ത്യയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിലാണ് ഇത്തവണ ഫൈനൽ ഏറ്റുമുട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഫൈനൽ നമ്മൾ കണ്ടവർക്ക് അറിയാം. ഫൈനലിൽ നമ്മുടെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി അല്ലേ, എജാതി അടിയായിരുന്നു ചെക്കന്റെ. ഈ പറയുന്ന വൈഭവ് സൂര്യവംശി വെറും 80 പന്തുകളിൽ 175 റൺസുകൾ നേടി 15 സിക്സറുകളാണ് ആ ടൂർണമെന്റിൽ ആ ചെക്കൻ തൂക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരൊറ്റ ഇന്നിങ്സിൽ 15 സിക്സറുകൾ നമ്മുടെ വൈഭവ് നേടുന്നുണ്ട്. അതും ഒരു റെക്കോർഡാണ്. ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് വൈഭവാണ്. അതും അണ്ടർ-19 റെക്കോർഡാണ്, 30 സിക്സറുകൾ. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ആ ഈ പറയുന്ന വൈഭവ് സൂര്യവംശിയുടെ ആ ബാറ്റിംഗ് മികവിൽ ഇന്ത്യ 411 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഇംഗ്ലണ്ട് മുൻവെക്കുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 100 റൺസ് അകലെ 313 റൺസിന് അവരുടെ പോരാട്ടം അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ എത്ര റൺസാണ് വിജയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 റൺസിനാണ് ഇന്ത്യ കിരീടം നേടുന്നത് എന്ന കാര്യം, ഇന്ത്യ വിജയിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇന്ത്യ ഇതാദ്യമായിട്ടല്ല. ഈ പറയുന്ന അണ്ടർ-19 ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ അണ്ടർ-19 കിരീടം ഉയർത്തിയ ടീമിന്റെ പേര് ഇന്ത്യ എന്നാണ്. 6 കിരീടങ്ങൾ. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ 6 കിരീടമാണ് ഇന്ത്യ നേടുന്നത്. ഇന്ത്യയുടെ 6ാമത് കിരീട നേട്ടമാണിത്. ഇംഗ്ലണ്ട് ടീം റണ്ണറപ്പായി മാറുന്നു. നോക്കണേ നിങ്ങൾ, യെസ്, ദ അണ്ടർ-19 ചാമ്പ്യൻസിന്റെ ആ ഒരു ദൃശ്യമാണ്, അവർ കപ്പ് ഉയർത്തി നിൽക്കുന്ന ആ ദൃശ്യമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കണേ നിങ്ങൾ, ഇന്ത്യൻ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച ആ ക്യാപ്റ്റന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് ആയുഷ് മാത്രേ എന്നാണ്. ക്യാപ്റ്റന്റെ പേര്. അണ്ടർ-19 വിന്നിംഗ് ക്യാപ്റ്റൻ ആയുഷ് മാത്രേ. കേൾക്കണം നിങ്ങൾ, ഈ പറയുന്ന പയ്യൻ IPL ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്നുണ്ട്. ഈ ആയുഷ് മാത്രയാണ് കിരീടത്തിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം എന്ത് ഓർത്തു വെച്ചേക്കുക. അണ്ടർ-19 കിരീട ജേതാക്കളെല്ലാം തന്നെ ഭാവിയിലെ താരങ്ങളായി മാറിയിട്ടുണ്ട്. നോക്കണേ, വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഈ പറയുന്ന യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ മുഹമ്മദ് കൈഫും എല്ലാം അടങ്ങുന്നവർ ഈ ശ്രേണിയിൽപ്പെട്ടവരാണ്. നോക്കണേ നിങ്ങൾ, ഇന്ത്യൻ ടീമിനെ
കിരീടത്തിൽ ലയിച്ച ആ പരിശീലകന്റെ പേര്, കോച്ചിന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഋഷികേഷ് കനിത്കർ അല്ലേ. അപ്പൊ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയുഷ് മാത്രേ, ഇന്ത്യൻ ടീമിന്റെ കോച്ച് ഋഷി എന്ന് പഠിക്കാം, ഋഷികേഷ് കനിത്കർ. അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ട് ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് എന്ത്? പരാജയപ്പെട്ടു പോയ ഇംഗ്ലണ്ട് ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് തോമസ് റീ എന്നാണ്. തോമസ് റീ എന്നാണ് ആ മനുഷ്യന്റെ പേര്. നോക്കണം, ഇതാണ് നമ്മുടെ ആയുഷ് മാത്രേ, ഇതാണ് ഋഷികേഷ് കനിത്കർ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ച്. അങ്ങനെയെങ്കിൽ പോയിന്റ് വരുന്നു. ഫൈനലിലെ താരമാര്, മാൻ ഓഫ് ദ ഫൈനൽ നൺ അതർ ദാൻ വൈഭവ് സൂര്യവംശി. 80 പന്തുകളിൽ 175 അടിച്ച് തറ പറ്റിച്ചാണ്. ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല. നമ്മളെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ ഹൈലൈറ്റ്സ് കാണുമ്പോലായിരുന്നു, അമ്മാതിരി അടിയായിരുന്നു അടിച്ചത്. വൈഭവ് സൂര്യവംശി തിരിച്ച് ഇംഗ്ലണ്ട് ഒന്ന് തിരിച്ചടിച്ചു നോക്കി, പക്ഷേ 311 അവസാനിച്ചു. ടൂർണമെന്റിലെ താരവും ആര് തന്നെ? നമ്മുടെ ചെക്കൻ തന്നെ, വൈഭവ് സൂര്യവംശി തന്നെ. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയതും ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയതും ഇംഗ്ലണ്ട് താരങ്ങളാണ്. ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയത് ബെൻ മേയസ്, ഇംഗ്ലണ്ട് താരമായ ബെൻ മേയസ് ആണ്. ബെൻ മേയസ് ആണ്. എത്ര റൺസ് ആണെന്ന് അറിയാമോ? 444 റൺസുകൾ. അങ്ങനെയെങ്കിൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്നറിയപ്പെടുന്നത് മാനി എന്ന് പഠിക്കാം, മാനി ലംസ്ഡൻ ആണ്. ഇംഗ്ലണ്ടിന്റെ താരമാണ്, 16 വിക്കറ്റുകൾ നേടുന്നു. അപ്പൊ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്നത് ഇംഗ്ലണ്ടിന്റെ താരമായ ബെൻ മേയസും, ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്നത് മാനി എന്ന് പഠിക്കാം, മാനി ലംസ്ഡൻ ആണ്. അപ്പൊ ബെന്നും മാനിയും, ബെന്ന് ബാറ്റർ ആണ്, മാനി ബൗളർ ആണെന്ന കാര്യം ഓർക്കുക. ഇനി ഏറ്റവും കൂടുതൽ തവണ അണ്ടർ-19 കിരീടം നേടിയ ടീം ഏത്? ഇന്ത്യ ആണ്. ഇന്ത്യ 6 തവണ കിരീടം നേടിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യ കിരീടം നേടിയ വർഷങ്ങൾ, ഇന്ത്യക്ക് കിരീടം നേടിത്തന്ന ക്യാപ്റ്റന്മാർ ആരൊക്കെ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് അണ്ടർ-19 മുത്തമിടുന്നത് വർഷം 2000. മുഹമ്മദ് കൈഫ് അറിയാം, 90s കിഡ്സിന് അറിയാം. സൗരവ് ഗാംഗുലിയുടെ ടീമില് ഈ പറയുന്ന കണക്ക് ഒരു ഫീൽഡിംഗ്, ഇന്ത്യയുടെ ഫീൽഡിംഗ് ഇതിഹാസം, ഇന്ത്യക്ക് ഒരു ഫീൽഡിങ്ങിന് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച പ്ലെയർ ആണ് മുഹമ്മദ് കൈഫ് എന്ന് പറയുന്നത്. നാറ്റ്വസ് സീരീസ് 2002 നാറ്റ്വസ് സീരീസ് ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. യുവരാജ് സിംഗും മുഹമ്മദ് കൈഫുമാണ് അന്ന് ഇംഗ്ലണ്ടിനെതിരെ കിരീടം നാറ്റ്വസ് സീരീസിൽ നമുക്ക് നേടിത്തരുന്നത്. അന്ന് സൗരവ് ഗാംഗുലി ഗാലറി ഇരുന്നുകൊണ്ട് ലോർഡ്സിൽ നിന്ന് ഫ്ലിൻഡോഫിന് പകരം വീട്ടിക്കൊണ്ട് ഷർട്ട് ഊരി കറക്കുന്ന ഒരു സീനില്ലേ, അന്ന് ബാറ്റിംഗിൽ ഉണ്ടായിരുന്നത് യുവരാജ് സിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് കൈഫും. വർഷം 2002. മുഹമ്മദ് കൈഫ് അതിനുശേഷം 2002 നാറ്റ്വസ്റ്റ് സീരീസ് സൗരവ് ഗാംഗുലി ലോർഡ്സിൽ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ ടീഷർട്ട് എടുത്ത് വീശൂലേ, അത് ഈ പറയുന്ന ഇവരുടെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പൊ മുഹമ്മദ് കൈഫ് പിന്നീട് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി. മുഹമ്മദ് കൈഫ് വർഷം 2000 അദ്ദേഹം അണ്ടർ-19 ക്യാപ്റ്റൻ ആയിരുന്നു. ഈ മുഹമ്മദ് കൈഫ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ അന്ന് വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു നമ്മുടെ യുവരാജ് സിംഗ്. ഇനി 2008 നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി, കണ്ടോ വിരാട് കോഹ്ലിയുടെ കോലം നോക്കി, അന്നത്തെ വിരാട് കോഹ്ലി. 2008 വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ നമ്മൾ 2ാമത് അണ്ടർ-19 കിരീടം നേടുന്നു. അതിനുശേഷം 2012 ഉന്മുഖ് ചന്ദിനെ IPL ആരാധകർക്ക് അറിയാം. ഈ പറയുന്ന ഈ കൂട്ടത്തിൽ കരിയർ പെട്ടെന്ന് ഇല്ലാതായി പോയ ഒരു വ്യക്തിയാണ്. ഒരു തവണ പോലും ദേശീയ ടീമിൽ ഇടം നേടാത്ത വ്യക്തിയാണ് ഉന്മുഖ് ചന്ദ്. 2012 കപ്പടിക്കുന്നുണ്ട്. അതിനുശേഷം 2018 പൃഥ്വി ഷാ ഇപ്പൊ കുറച്ച് ക്രൈസിലാണ്. അദ്ദേഹം ഈ പറയുന്ന കണക്ക് കുറെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അയാൾ പക്ഷേ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ട്. പൃഥ്വി ഷാ ഇന്ത്യൻ ടീമിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ പൃഥ്വി ഷാ 2018 പൃഥ്വി ഷായുടെ നേതൃത്വത്തിൽ. 2022 യാഷ് ദുൽ. ഇപ്പോൾ 2026 ആയുഷ് മാത്രേ. കഴിഞ്ഞ തവണ 2024 ഇന്ത്യയും ഓസ്ട്രേലിയയുമായിരുന്നു ഫൈനൽ ഏറ്റുമുട്ടിയത്. 2024 കപ്പടിച്ചത് ഓസ്ട്രേലിയയാണ്. 2024 അണ്ടർ-19 ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. അന്ന് റണ്ണറപ്പായി മാറിയത് ഇന്ത്യ ആയിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കി, ആ ചിത്രത്തിൽ 4 പേരെയും കാണാം, 5 പേരെയും കാണാം. മുഹമ്മദ് കൈഫ് 2000 ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി 2008, ഉന്മുഖ് ചന്ദ് 2012, ദെൻ 2018 പൃഥ്വി ഷാ, 2022 യാഷ് ദുൽ. 5 പേര് ഇന്ത്യാസ് അണ്ടർ-19 വേൾഡ് കപ്പ്. ആ ശ്രേണിയിൽ ഒരാൾ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതാണ് നമ്മുടെ ഈ പറയപ്പെടുന്ന അണ്ടർ-19 ക്യാപ്റ്റനായിട്ടുള്ള ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയുഷ് മാത്രേ. ആ ശ്രേണിയിലേക്ക് ആയുഷ് മാത്രേ കൂടെ കടന്നു വരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. ഇനി
രണ്ടാം തവണ ഉള്ളത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയക്ക് ലഭിച്ചത് 4 കിരീടങ്ങൾ. അടുത്ത വ്യക്തിയിലേക്ക് വരുന്നു നമ്മുടെ വണ്ടർ കിഡ് എന്നാണ് വിളിക്കുന്ന അത്ഭുത ബാലൻ. ഓക്കെ, എല്ലാവരും കൂടെ കണ്ണുനോക്കിയായിരുന്നാൽ മതി. ചെക്കൻ അമ്മാതിരി കളിയാണ്. വൈഭവ് സൂര്യവംശി. ബീഹാർ സ്വദേശിയാണ്. വൈഭവിന്റെ ബാറ്റിംഗ് നമ്മൾ ആദ്യം കാണുന്നത് കഴിഞ്ഞ IPL സീസണില 2025 IPL ഈ ചെക്കൻ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ ടീമിലായിരുന്നു. ചെക്കൻ ഇവൻ ആദ്യമായിട്ട് ഒരു മത്സരത്തില് അവസരം ലഭിക്കുന്നു. ഓപ്പണിങ്ങില് ആദ്യ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സറിന് തൂക്കിക്കൊണ്ടാണ് വരവറിയിക്കുന്നത് ഈ പറയുന്ന വൈഭവ് സൂര്യവംശി. അജാദ് ടൈം. ക്രിക്കറ്റിനെ പറ്റി അറിയുന്നവർക്കറിയാം, നല്ല പ്ലെയർ ആണ്, ഭാവി വാഗ്ദാനമാണ് നമ്മുടെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്. അതിന്റെ സ്വദേശം ബീഹാർ ആണ്. കേൾക്കണേ നിങ്ങൾ. അപ്പോൾ ഞാൻ IPL റെക്കോർഡിലേക്ക് വരാം. അതിനു മുന്നേ ബീഹാർ ആണ് നമ്മുടെ വൈഭവിന്റെ സ്വദേശം എന്ന് പറയുന്നത്. ഈ അണ്ടർ-19 വേൾഡ് കപ്പിൽ അദ്ദേഹം 1-2 റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത്. എന്താണെന്ന് അറിയണ്ടേ? അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം 30 സിക്സ്. അതായത് ഈ കഴിഞ്ഞ അണ്ടർ-19 ടൂർണമെന്റില് മൊത്തം ഇവനെല്ലാം കൂടെ നേടിയെടുത്ത എത്ര സിക്സ് എന്നറിയാമോ? 30 സിക്സാ. അതായത് ഒരു എഡിഷനിൽ, ഒരു അണ്ടർ-19 വേൾഡ് കപ്പിന്റെ 1988 മുതൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന റെക്കോർഡ് വൈഭവിന്റെ പേരില 30 സിക്സറുകൾ. അടുത്ത പോയിന്റ് എന്താ? അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം 15 സിക്സ്. ലാസ്റ്റ് നടന്ന ഫൈനലില് ഒറ്റയ്ക്ക് അവൻ 15 സിക്സ് നേടി. അതും റെക്കോർഡാണ്. അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒരു ഇന്നിങ്സിൽ, ഒരൊറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന റെക്കോർഡും നമ്മുടെ വൈഭവിന്റെ പേരിലാണ്. അതുപോലെ തന്നെ ദിസ് ദ വണ്ടർ കിഡ് ഓഫ് ഇന്ത്യ, വൈഭവ് സൂര്യവംശി. ഉടനെ തന്നെ ഇന്ത്യൻ സീനിയർ ടീമിൽ നമുക്ക് ഇദ്ദേഹത്തെ പ്രതീക്ഷിക്കാം. 14 വയസ്സേ ഉള്ളൂ ചെക്കന്, വെറും 14 വയസ്സിൽ. ഓർക്കണേ നിങ്ങൾ, നമ്മൾ 14-ാമത്തെ വയസ്സിൽ എന്താ ചെയ്തെന്ന് ഓർത്ത് നോക്കണേ. 14 വയസ്സേ ഉള്ളൂ, 14 വയസ്സ്. ഓക്കെ, നോക്കാം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. IPL ടീം ഏത് ടീമാ? രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് നമ്മുടെ വൈഭവ് സൂര്യവംശി. IPL അരങ്ങേറ്റം കുറിച്ച് IPL ഇദ്ദേഹം വന്നപ്പോഴും കുറെ റെക്കോർഡുകൾ ഈ മനുഷ്യൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. IPL അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, താരമാണ് വൈഭവ് സൂര്യവംശി. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന വൈഭവ് സൂര്യവംശി ഏറ്റവും ഒടുവിലായിട്ട് കളിച്ചത്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയാണ് ആദ്യ IPL അരങ്ങേറ്റം. അപ്പൊ IPL അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അടുത്ത പോയിന്റ് എന്താ? IPL ഇവനെ 2 കളി കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ ദ്രാവിഡ്, രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ കോച്ചായ രാഹുൽ ദ്രാവിഡ് മനസ്സിലായി ചെക്കൻ വേറെ ലെവലാണെന്ന് മനസ്സിലായപ്പോ ഇവനെ ഫുൾ ടൈം ബാറ്റ്സ്മാൻ ആയിട്ട് ഇറക്കി വിട്ടു. ഓപ്പണിംഗ് ഇറങ്ങി ഒരു കളി കളിച്ച്. ഞാൻ ആ കളി ലൈവ് കണ്ടതാ. എന്റെ ജന്മത്തിൽ ഞാൻ ആ കളി മറക്കില്ല. 35 പന്തുകൾ സെഞ്ചുറി. തന്നേക്കാൾ 14 വയസ്സേ ഉള്ളൂ പ്രായം. തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ബൗളർമാരെ ദീർഘദൂരത്തേക്ക് നോക്കാനായിട്ട് സിക്സറിന് തൂക്കിയ മനുഷ്യന്റെ പേര് കൂടിയാണ് വൈഭവ് സൂര്യവംശി. വെറും 35 പന്തുകളിൽ അവൻ സെഞ്ചുറി നേടുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയായിരുന്നു ആ സെഞ്ചുറി. അതോടുകൂടി മറ്റൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അപ്പൊ IPL അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. 35 പന്തുകൾ സെഞ്ചുറി. ഒരു ഇന്ത്യൻ താരത്തിന്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയതും വൈഭവാണ്. ഒരു ഇന്ത്യൻ താരത്തിന്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. അപ്പോഴും ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല. IPL സെഞ്ചുറി നേടുന്ന IPL ഏറ്റവും എന്താ പറയാ, ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗതയേറിയ സെഞ്ചുറിയാണ്. IPL സെഞ്ചുറി നേടുന്ന ഒരു ഇന്ത്യൻ താരത്തിന്റെ IPL വേഗതയേറിയ സെഞ്ചുറി. ലോകതാരമല്ല. IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി മറ്റൊരാളുടെ പേരില്ല, ക്രിസ് ഗെയിൽ. 30 പന്തുകളിൽ സെഞ്ചുറി നേടിയ ക്രിസ് ഗെയിൽ. 30 പന്തുകളിൽ സെഞ്ചുറി നേടിയ ക്രിസ് ഗെയിലിന്റെ പേരിലാണ് ആ റെക്കോർഡ്. IPL ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി എന്ന റെക്കോർഡ്. രണ്ടാമത്തെ റെക്കോർഡ് ആരുടെ പേരില്ല? ഈ പറയുന്ന വൈഭവിന്റെ പേരില്ല. അപ്പൊ IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം 14 വയസ്സ്, ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ. ഒരു ഇന്ത്യൻ താരത്തിന്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. എന്നാൽ ഒരു ഇന്ത്യക്കാരന്റെ IPL വേഗതയേറിയ സെഞ്ചുറി വൈഭവിന്റെ പേരിലാണ്. IPL ഒരു താരത്തിന്റെ വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി. ആദ്യ താരം ക്രിസ് ഗെയിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചത്
ഈ പറയുന്ന അണ്ടർ-19 കിരീടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിന്റെ നോട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.